അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് എങ്ങനെയാണ് API ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ എങ്ങനെ നമുക്ക് ഇവിടെ നമ്മളെ ബാക്ക് എൻഡിലോട്ട് എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എങ്ങനെ ഇവിടെ റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഇതിൽ നമുക്കിപ്പോൾ മെയിൻലി യൂസേജ് വരുന്നത് ഗെറ്റ്, പോസ്റ്റ്, ഡിലീറ്റ് ആണ്. പുട്ടിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഞാൻ ചെയ്യുന്നൊരു രീതിയിൽ നമുക്ക് പുട്ടിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യം വരുന്നില്ല. അത്രയും എക്സ്ട്രീം കണ്ടീഷൻ വരുന്ന സമയത്തെ കൊടുക്കാറുള്ളൂ. ഓക്കെ, ഗെറ്റ് മെയിൻലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗെറ്റ് നമുക്കിപ്പോൾ അവിടെ ഹോൾഡിലിടാം. നമുക്കാദ്യം പോസ്റ്റിൻ്റെ കേസ് നോക്കാം. പോസ്റ്റിനകത്ത് നമ്മൾ ഡാറ്റ ഇതിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ബോഡി കണ്ടില്ലേ? ഈ ബോഡിയിൽ ഒന്നല്ലെങ്കിൽ റോ ഡാറ്റ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോം ഡാറ്റ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ ഇത് ഫോം ഡാറ്റ ആയിട്ടാണ് കൊടുക്കുന്നത്. സപ്പോസ് നെയിം എന്ന് പറയുന്നത് വെബ് ഡെവലപ്മെന്റ് ക്ലാസ് എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? പോസ്റ്റ് റിക്വസ്റ്റിലേക്ക് വിടുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 200 ആണ്, സ്റ്റാറ്റസ് ഒക്കെ 200 ആണ്. ഓക്കെയാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് മെയിൻലി എവിടെയാണ് റിസീവ് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ ടു ഡു ഐറ്റം വ്യൂ എന്നുള്ള ക്ലാസ്സിനകത്ത് ഈ പോസ്റ്റ് റിക്വസ്റ്റിനകത്താണ് ആ ഡാറ്റ റിസീവ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്താൽ മതി റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ. അതായത് നമുക്ക് റിസീവ് ചെയ്ത് നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഡാറ്റയും ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ വിസിബിൾ ആവും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സെർവറിൻ്റെ കൺസോൾ നോക്കുക. ഇവിടെ കണ്ടില്ലേ, കൊറിഡിക് എന്ന് പറഞ്ഞിട്ട് നെയിം എന്നുള്ള കീൻ്റെ അണ്ടറിൽ വാല്യൂ വന്നിട്ടുള്ള എന്താണ്? വെബ് ഡെവലപ്മെന്റ് ക്ലാസ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്കൊരു വേരിയബിളിലേക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സപ്പോസ് നെയിം ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഹലോ പോസ്റ്റ് റിക്വസ്റ്റ് പ്ലസ് നെയിം, ആ നെയിമും കൂടെ ലാസ്റ്റിൽ വന്നോളാം. നമുക്ക് നോക്കാം. സോറി, നമ്മുടെ സെർവർ റീലോഡ് ആയില്ല. ഓക്കെ, ഹലോ പോസ്റ്റ് റിക്വസ്റ്റ് വെബ് ഡെവലപ്മെന്റ് ക്ലാസ്. ഈ വെബ് ഡെവലപ്മെന്റ് ക്ലാസ് എന്നുള്ളത് എന്താണ്? ആക്ച്വലി നമ്മളെ ഈ ഒരു നെയിമാണ് ഈ വെബ് ഡെവലപ്മെന്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മളെങ്ങനെ സെർവറിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? ആക്ച്വലി നമുക്ക് ടു ഡു ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ടു ഡു പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പുട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ രണ്ട് കേസും ഹാൻഡിൽ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അത് പറയാം. ഓക്കെ, ഇതിൻ്റെ കേസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിലോട്ട് എത്തണം. അതിന് നമുക്ക് ജാങ്കോൻ്റെ ORM യൂസ് ചെയ്യാം. ORM എന്താണ്? ജാങ്കോ ലൈബ്രറിയിൽ വരുന്ന ഒരു ഡാറ്റാബേസിലേക്കൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ, ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് സാധാരണ SQL ക്വറി ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോർമലി ചെയ്യാറ്. പക്ഷെ ജാങ്കോൻ്റെ ORM വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ SQL ക്വറി അത്ര ബൈ ഹാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് മനസ്സിലാക്കണമെന്നൊന്നുമില്ല. ഏതൊരു ബിഗിനറിനും എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാബേസിലുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യാനും പറ്റും.
അപ്പോൾ അത് അത്യാവശ്യം ഈ ഫ്രെയിം വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെയാണ് അത് ത്രൂ നമുക്ക് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സീരിയലൈസർ വെച്ചിട്ട് നമ്മുടെ ഡാറ്റാബേസിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു മെക്കാനിക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് സീരിയലൈസറിന് സെപ്പറേറ്റ് ഫയലിൽ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു സെയിം ഫയലിൽ തന്നെ വേണമെങ്കിൽ എഴുതാം. ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്ക് സെപ്പറേറ്റ് ഫയലിൽ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ നമ്മുടെ ഓരോ ആപ്പിന് അതാത് ഫോൾഡറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, മിക്സപ്പ് ചെയ്യാതെ. ഇപ്പോൾ സീരിയലൈസർ serializers.py എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് പേര് മാറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഒരു മീനിങ് ഫുൾ ആവുന്ന പേര് കൊടുക്കുന്നതാണ് നല്ലത്. കറക്റ്റ് സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് serializers.py എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിനകത്ത് നമുക്ക് എന്താണ് സീരിയലൈസർ ക്ലാസ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് നമ്മുടെ സീരിയലൈസർ ഏതിൻ്റെ ആയിരുന്നു, മോഡൽ നെയിം എന്താണ്, ടു ഡു ഐറ്റം എന്നാണ്. അപ്പോൾ ടു ഡു ഐറ്റം സീരിയലൈസർ. അപ്പോൾ ടു ഡു ഐറ്റം സീരിയലൈസർ എന്നുള്ള പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സീരിയലൈസർ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ്, റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്നാണ്. അപ്പോൾ റെസ്റ്റ് ഫ്രെയിംവർക്ക് നിന്ന് നമ്മൾ എന്ത് ചെയ്ത് സീരിയലൈസർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള നമ്മുടെ മോഡലും കൂടെ ഇമ്പോർട്ട് ചെയ്യണം. കോർ ലോജിക്കിലാണ് നമ്മളെ മോഡൽ ടു ഡു ഐറ്റം എന്നുള്ളത്, അതും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ മോഡലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഫീൽഡ് എന്നുള്ളത് ഓൾ എന്ന് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ഫീൽഡും റെഫർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് എല്ലാ ഫീൽഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. മെയിൻലി നമുക്കത് ഗെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യൂസേജ് വരിക. ഇതിപ്പോൾ സീരിയലൈസറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ഇതുകൊണ്ട് നമുക്ക് ഡാറ്റ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഈ ഒരു സീരിയലൈസർ മതി. വേറെ അഡീഷണൽ കോംപ്ലക്സ് ക്വറീസിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വ്യൂവിൽ വന്നിട്ട് ഈ സീരിയലൈസർ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സീരിയലൈസർ ക്ലാസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീരിയലൈസർ, അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീരിയലൈസർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ടു ഡു ഐറ്റം സീരിയലൈസർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ORM ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ ഗെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ മെയിൻലി ഡാറ്റ ലിസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഗെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗെറ്റ് കൊറീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ജാങ്കോൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീരിയലൈസർ ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പെഷ്യലി നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് ഒരു ഡിക്ഷണറി പോലെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മളെ ഡാറ്റാബേസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡാറ്റാബേസ് അല്ല നമ്മളെ സീരിയലൈസർ ഈ മെത്തേഡ് ആ രീതിയിൽ സീരിയലൈസ് ചെയ്ത് തരും, ഡാറ്റ ഫോർമാറ്റ് ചെയ്ത് തരും എന്നർത്ഥം. ഓക്കെ, ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മോഡൽ നെയിം, അതായത് ടു ഡു ഐറ്റം എന്നാണ് നമ്മൾ മോഡൽ നെയിം കൊടുത്തിട്ടുള്ളത്. ടു ഡു ഐറ്റം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ കൊടുക്കുക. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടു ഡു ഐറ്റം എന്ന് കൊടുക്കുന്നതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ളൊരു ORM കൊറിയാണ്. ORM ആണ് ഇത്. ഓക്കെ, ഇതിൽ ടു ഡു ഐറ്റം നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഇങ്ങനെ ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു കൊറി സെറ്റ് ആയിരിക്കും. കൊറി സെറ്റിനെ ഷോർട്ട് ആക്കിയിട്ട് QS എഴുതും. ഓക്കെ, ഇനി നമുക്ക് റിട്ടേൺ QS എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് കംപ്ലീറ്റ്ലി ലിസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ളൊരു ഫങ്ഷണാലിറ്റി ആയി. ഓക്കെ, അത് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഡാറ്റ എന്തെങ്കിലും അതിലോട്ട് വേണ്ടേ, അങ്ങനെ ആദ്യം അതിലേക്ക് ആഡ് ചെയ്യുന്ന പോർഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം,
ലിസ്റ്റ് ചെയ്യുന്ന വേർഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ എന്ന് കൊടുത്തിട്ട് അതിൽ നിന്ന് നെയിം എടുക്കുന്നുണ്ട് അല്ലേ, നെയിം വരുന്നുണ്ട്, നമ്മളത് നേരത്തെ കൺഫേം ചെയ്തതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡാറ്റാബേസിലോട്ട് ഈ സീരിയലൈസർ ത്രൂ എങ്ങനെ ഡാറ്റ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് സീരിയലൈസർ ടു ഡു ഐറ്റം സീരിയലൈസർ, ഇത് നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ സീരിയലൈസർ, അതിലോട്ട് എന്താണ് പാസ് ചെയ്യുന്നത്, റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ. നമുക്ക് റിക്വസ്റ്റിൽ നിന്ന് എന്താണോ ഡാറ്റ കിട്ടുന്നത് ആ ഡാറ്റ അങ്ങനെ അതിലോട്ട് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ സീരിയലൈസർ എന്ത് ചെയ്യണം, നമുക്കത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റാബേസിൽ അത് സേവ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പണിയൊക്കെ എടുക്കുന്നത്. നമുക്ക് സീരിയലൈസർ ഒബ്ജക്റ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടും. ഈ സീരിയലൈസർ ഒബ്ജക്റ്റ് വാലിഡ് ആണോ എന്നൊക്കെ നോക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും നമുക്ക് അത് ഈ സീരിയലൈസർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഡാറ്റ വാലിഡേഷനും അതുപോലെ ഡാറ്റാബേസ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രക്ചർ ചെയ്തെടുക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ വാലിഡ് ആണോ എന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് മോഡലിൻ്റെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് മോഡൽ ഉണ്ടല്ലോ, ആ മോഡലിൽ നമുക്ക് കൺസ്ട്രെയിൻസ് കൊടുക്കാൻ പറ്റും. ലിമിറ്റും തുടങ്ങും, മാക്സ് ലെങ്ത്, ഡിഫോൾട്ട് ഫാൾസ്, ഇങ്ങനൊക്കെ ഓരോ കൺസ്ട്രെയിൻസ് കൊടുക്കാൻ പറ്റും. അതൊക്കെയാണ് ജാങ്കോൻ്റെ മോഡൽ ഡിസൈൻ. മോഡലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് ഇരുന്ന് മനസ്സിലാക്കിയാൽ മതി. ഓൾറെഡി ജാങ്കോൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ അതൊക്കെ വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ കൺസ്ട്രെയിൻസ് ഉണ്ടാകും. ആ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരിയലൈസറിൻ്റെ പോർഷൻ സിമ്പിളായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അത് വാലിഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സീരിയലൈസർ പേജ് ഡോട്ട് ഈസ് വാലിഡ് കൊടുക്കും. ഓക്കെ, ഇത് വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ റൈസ് എക്സെപ്ഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, വൺസ് ഇത് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരിയലൈസർ ഒബ്ജക്റ്റ് ഡോട്ട് സേവ് എന്ന് വിളിക്കാം. ഓക്കെ, ഡാറ്റ കൊടുത്തത് വാലിഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, എക്സെപ്ഷൻ എറേസ് ചെയ്യും. ഇനി എക്സെപ്ഷൻ എറേസ് ചെയ്തിട്ട് എറേസ് ചെയ്തിട്ടില്ല, ഓക്കെ ആണ്, ഫൈൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സീരിയലൈസർ ഡോട്ട് സേവ് എന്നുള്ള തേർഡ് വിളിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആവും. നമുക്ക് ഈ കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ക്ലാസ് എന്നാണ്, ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാണ്. ഡിസ്ക്രിപ്ഷൻ, ദിസ് ഫീൽഡ് ഈസ് റിക്വയർഡ്. ഇതിപ്പോൾ ആക്ച്വലി എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പോർഷനിലാണ് ഇത് ബ്രേക്ക് ആയിട്ടുള്ളത്. കാരണം വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ റേസ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് റേസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഫീൽഡ് റിക്വയർഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് റെസ്പോൺസ് വന്നിട്ടുള്ളത്. നമുക്ക് ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കാം. ദിസ് ഈസ് സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ച്വലി നമുക്കിത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി സംഭവം ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഇൻഫോർമേഷനാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് ഗെറ്റ് ഒന്ന് വിളിച്ചു നോക്കാം. കാരണം ഗെറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി റിട്രീവ് ചെയ്യാനുള്ളൊരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഗെറ്റ് അടിച്ചു നോക്കാം. ഇത് കണ്ടോ, നമ്മൾ ഡാറ്റാബേസിലോട്ട് എൻ്റർ ചെയ്ത സാധനം ഇവിടെ ഗെറ്റ് അടിച്ചപ്പോൾ നമുക്ക് തിരികെ ഇങ്ങോട്ട് തന്നെ വന്നു. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷനാണ്. ബൈ ഡിഫോൾട്ട് നമ്മളൊക്കെ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മോഡലിൽ ഡിഫോൾട്ട് ഫോൾസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഡേറ്റ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പാസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ഫീൽഡിലേക്കുള്ള വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്, നെയിമിലേക്കും ഡിസ്ക്രിപ്ഷനിലേക്കും. ഐ ഡി ഓട്ടോ ജനറേറ്റഡ് ആണ്. നമുക്ക് ജാങ്കോയിൽ എക്സ്പ്ലിസിറ്റ്ലി ഐ ഡി കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് അത് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു ഡാറ്റയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ക്ലാസ് 02 എന്ന് കൊടുത്തിട്ട് പോസ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ഡാറ്റ സേവ് ആയി നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ കണ്ടോ, ഇപ്പോൾ രണ്ട് ഡാറ്റ വന്നു. ഇവിടെ എന്താണ്, ഒരു അറേ, ആ അറേനകത്ത് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു JSON ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ഡാറ്റ ആഡ് ചെയ്യാനും ലിസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് കിട്ടി. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണ്ടേ? എഡിറ്റ് ചെയ്യാനും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ID കൊടുത്താൽ മതി. സപ്പോസ് നമുക്ക് ഈ ഒരു ID 1 ആയിട്ടുള്ളതാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ID എന്നുള്ളൊരു കീവേഡ് കൊടുക്കുക. ഓക്കെ, ID 1 ആയിട്ടുള്ളതാണ് ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് നെയിം വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നെയിമിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വേരിയബിളിനകത്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് മെസ്സേജ് കസ്റ്റം ചെയ്യണം. ഈ നെയിമിന് പകരം ഞാനിവിടെ ID ആണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം എന്ത് സംഭവിക്കും? നമ്മൾ അവിടെ കൊടുക്കുന്ന ID നമുക്കിവിടെ റിട്രീവ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് ഐഡിയിൽ വാല്യൂ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് സീരിയലൈസറിൽ ആ IDയിലുള്ള ഡാറ്റ എഡിറ്റ് ആണ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു കോഡ് ചേഞ്ച് ഇവിടെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു മെത്തേഡിൽ തന്നെ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കോഡ് സജസ്റ്റ് ചെയ്ത കോഡ് തന്നെ ഓക്കെ ആവും. ടു ഡു ഐറ്റം ഒബ്ജക്റ്റ് ഗെറ്റ് ID ഈക്വൽ ടു ID. ഓക്കെ, നമ്മുടെ ടു ഡു ഐറ്റത്തിൽ നിന്ന് ഇന്ന ID വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് റിട്രീവ് ചെയ്തു. ഓക്കെ, ആ റിട്രീവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് വരുത്തുന്നത്. അതുകൊണ്ട് ആ ഒബ്ജക്റ്റ് ഇവിടെ പാസ് ചെയ്തു. പ്ലസ് നമ്മുടെ റിക്വസ്റ്റ് ഡോട്ട് ഡാറ്റ, ഈ ഡാറ്റ എന്താണോ വന്നിട്ടുള്ള ഡാറ്റയും ഇതിലൂടെ കൊടുത്തു. പിന്നെ നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് കോഡ് വരുന്നുണ്ട്, ഈ 2 വരി കോഡ്. അത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പകരം ഇവിടെ എൽസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡിന്റെ ലൈൻ ഓഫ് കോഡ് കുറച്ച് കുറക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ഡി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഗെറ്റ് ചെയ്യുക. അപ്പോൾ ഗെറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്? റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെയിം മെത്തേഡാണ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഒരു ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ID ഈക്വൽ ടു ID എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇതിൽ ഓക്കെ, കുറേയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഞാനിപ്പോൾ ആ ഇഷ്യൂസിലേക്കൊന്നും വല്ലാണ്ട് കവർ ചെയ്യുന്നില്ല, കാരണം വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 1 ബൈ 1 ആയിട്ട് മനസ്സിലാക്കാം. ഓരോ പ്രോബ്ലം വരുമ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഐ ഡി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എഡിറ്റ് വർക്കാവും, അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം. ഫോർ എഡിറ്റ്, ഇവിടെ എന്താണ്? ഫോർ ക്രിയേറ്റ്. സെയിം വേ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു മെസ്സേജ്, ഓക്കെ, ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിള് ഡിക്ലെയർ ചെയ്യാണ്. ഇവിടെ മെസ്സേജ് എന്തായിരിക്കണം? മെസ്സേജ് ഈക്വൽ ടു അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇവിടെ എന്താണ്? മെസ്സേജ് ഈക്വൽ ടു ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ആ മെസ്സേജ് ഇതിനകത്ത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഈസിയായി. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ആഡ് ആണോ എഡിറ്റ് ആണോ അല്ലെങ്കിൽ ക്രിയേറ്റ് ആണോ എഡിറ്റ് ആണോ നടന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. സപ്പോസ് ഞാനിവിടെ 1 ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 0, 1 എന്നുള്ള രീതിയിലാക്കാൻ പോവാണ്. ഇനീഷ്യലി അതിൻ്റെ വാല്യൂ ഇതാണ്, വെബ് ഡെവലപ്മെന്റ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ? അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് കാണിക്കുന്നത്. ഞാനിനി ഇത് ഒഴിവാക്കുകയാണ്. ഇനി ഞാനിവിടെ 3 എന്നാക്കുകയാണ്. ഇനി ഇത് ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എനേബിൾ ചെയ്തു, ഇങ്ങനെ ഇത് ഡിസേബിൾ ചെയ്തു, എനേബിൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കണം? ഇത് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ആണ് വരേണ്ടത്, കാരണം ID നമ്മൾ പാസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്കൊരു JSON ആയിട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഞാൻ JSON ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒബ്ജക്റ്റ് കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റിനകത്ത് സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ് കൊടുത്തു. ആ ഒബ്ജക്റ്റിനകത്ത് മെസ്സേജ്
മെസ്സേജ് കൊടുത്തു. സീരിയലൈസർ ഡാറ്റ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീരിയലൈസ് ചെയ്തിട്ടുള്ള ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അത് നല്ലൊരു അപ്രോച്ച് തന്നെയാണ്. നമുക്ക് കൊടുത്ത ഡാറ്റ ഒന്നും കൂടെ ഇവിടെ പ്രിന്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ കണ്ടോ മെസ്സേജ് എന്താണ്? ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. എന്തായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ? ID4 ആയിട്ടുള്ള ഡാറ്റ എന്ന് വെബ് എലമെന്റ് ക്ലാസ് 4 എന്നുള്ളതാണ്. ബാക്കി എന്താണ് ഓട്ടോ ജനറേറ്റർ ആയിട്ടുള്ള അങ്ങനെ വരുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്താ കൊടുക്കുന്നത് അത് തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ID4 ആയിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് വെബ് ഡെവലപ്മെന്റ് ക്ലാസ് മാറ്റിയിട്ട് പേഴ്സണൽ ട്രെയിനിങ് നോക്കുകയാണ്. പോസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ ഡാറ്റ എന്താണ്? അപ്ഡേഷൻ ആണ് നടന്നിട്ടുള്ളത്. 4 എന്തായി? വെബ് ഡെവലപ്മെന്റ് മാറി പേഴ്സണൽ ട്രെയിനിങ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോൾ കേർഡിൻ്റെ CUI R-മായി UI. ഇനി D ആണ് വേണ്ടത്, ഡിലീറ്റ്. ഓക്കെ, കേർഡിൻ്റെ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. നമുക്ക് പുട്ടിൻ്റെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും സ്പെസിഫിക്കലി വല്ല കണ്ടീഷനൊക്കെ എഴുതിയിട്ട് വേറെ വല്ല ലോജിക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതിവിടെ ഈ ഒരു കേസോടെ നമുക്ക് കംപ്ലീറ്റ് മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും കോഡ് എടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ ഇവിടെ എഴുതേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തന്നെ ധാരാളമാണ്. പിന്നെ ഇതിനെ സിമ്പിളായിട്ട് ഓരോ ഫംഗ്ഷനൊക്കെ ആക്കി മാറ്റി അങ്ങനെ നമുക്ക് കോഡ് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഇത് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. നമ്മളങ്ങനെ എക്സ്ട്രീം ലെവലിൽ ജാങ്കോൻ്റെ ക്ലാസ് ഒന്നും എടുത്ത് പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, പിന്നെ ബാക്കിയൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പോസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഗെറ്റ് നമുക്ക് ഇതിനെ കുറച്ച് വർക്കും കൂടെ ഉണ്ട്, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് ഡിലീറ്റ്. നമുക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിലീറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഐ ഡി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഡിലീറ്റ് മെത്തേഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റിക്വസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട രീതിയാണ് request.data.get ID എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ID. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഡിലീറ്റ് വിളിക്കുമ്പോൾ നമ്മളവിടെ ഫോം ഡാറ്റ അല്ല കൊടുക്കേണ്ടത്, നമുക്ക് പാരാമായിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ID = 1 എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കൺസോളിൽ ID വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഉഷാറാക്കി എടുക്കണം. നമുക്ക് ആക്ച്വലി മൾട്ടിപ്പിൾ ഐറ്റം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഒരു ലിസ്റ്റായിട്ട് പാസ് ചെയ്യാം. ഇപ്പം ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നില്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ മൂവ് ചെയ്യാം. ഇവിടെ ID = request.data.get ID എന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്. സെയിം വേ നമുക്ക് ആ ഐഡിയിലുള്ള സംഭവം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ to do item.objects.get ID = ID.delete. ഇതെന്താണ്? നമ്മുടെ ആ കറസ്പോണ്ടിങ് എൻട്രിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് to do item.objects.get എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാണ്? പിടിച്ച് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെസ്സേജ് വന്നാൽ മതി? ഡാറ്റ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ മെസ്സേജ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ID 1 ആയിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. സർവർ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഗെറ്റ് അടിച്ചു നോക്കാം. ആക്ച്വലി ഇവിടെ നമ്മുടെ ഐറ്റം ഡിലീറ്റ് ആയിട്ടുണ്ടോ? ഓക്കെ, നമ്മുടെ ഐറ്റം ഇവിടെ ഡിലീറ്റ് ആയിട്ടില്ല.
പക്ഷെ നമുക്ക് അവിടെ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് നമ്മൾ കൊടുത്തത് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണെന്ന് ആ കേസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഗെറ്റ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും. ഇവിടെ നമ്മൾ മേ ബി ഫിൽട്ടർ ആയിരിക്കും ചെയ്യേണ്ടി വരിക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലെന്തോ ഒരു കേസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യട്ടെ. ഐറ്റം ഡോട്ട്